വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ബിസിനസ്സുകാരെ നമ്മുടെ സൊസൈറ്റി നോക്കിക്കാണുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആക്ച്വലി ബിസിനസ് ഓണേഴ്സ് അല്ലേ. പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും ബിസിനസ് ഓണേഴ്സാണ്. അപ്പോൾ അവരെ ബാക്ക് എൻഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവരവരെ സംരംഭം നടത്തിക്കൊണ്ടിരുന്നത്. ഇത്രയും നല്ല രീതിയിൽ അവരെ ബിസിനസ് കൊണ്ടുപോകുന്ന സമയത്ത് അവരെ ചുറ്റുമുള്ള ആൾക്കാരെയും കൂടെ ഒരു ഗ്രോത്തിലേക്ക് അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം സൊസൈറ്റി അത്രത്തോളം മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈവൻ നമ്മളൊരു കല്യാണ ആലോചന അടക്കം വരുന്ന സമയത്ത് ഒരു ഫിക്സഡ് ജോബുള്ള, ഈവൻ നമുക്കറിയാം സർക്കാർ ജോലിയുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു മാർക്കറ്റ് അവിടെ ഉണ്ട്. പക്ഷെ ഒരു ബിസിനസ്സുകാരനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്രത്തോളം അവർക്ക് സ്വീകാര്യത കിട്ടുന്നുണ്ട് എന്നുള്ള വലിയൊരു ചോദ്യമാണ്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ബിസിനസ്സുകാരെ നമ്മുടെ സൊസൈറ്റി നോക്കിക്കാണുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഇപ്പോൾ മുമ്പൊക്കെ നമ്മൾ ആരാവണം എന്നൊക്കെ ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം, ഡോക്ടർ ആവണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ഗോള് കാര്യങ്ങളൊക്കെ പറയാം. ഒരു ബിസിനസ്സുകാരനാവണം എന്നുള്ള ഒരു മകൻ അയാൾ അച്ഛനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ? നിങ്ങൾ ആലോചിക്കുക. അത്ര പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡല്ല പലരും ഈ ഒരു കാര്യത്തോട് കാണിക്കാറ്. കുറച്ചുകൂടെ ഒരു സപ്പോർട്ട്, ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് നമ്മുടെ സൊസൈറ്റീൻ്റെ ഭാഗത്തുനിന്നോ നമ്മുടെ ഫാമിലീൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നല്ല രീതിയിൽ അയാൾക്ക് പെർഫോം ചെയ്യാനും അയാൾക്ക് കോൺട്രിബ്യൂഷൻ സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.